തെറ്റിക്കുന്നു, താൻ പഠിപ്പിക്കുന്നതിന് പ്രതിഫലം വാങ്ങുന്നു. ഈ മൂന്ന് കാര്യങ്ങളും ആ ദീർഘമായ തൻ്റെ മറുപടിയിലൂടെ സോക്രട്ടീസ് ഖണ്ഡിക്കുന്നുണ്ട്. ദൈവമില്ല എന്ന് പറഞ്ഞ കാര്യവും അയാൾ പറഞ്ഞു. കോടതി പറയുകയാണ്, നീ ഞങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നു, നീ നിരീശ്വരവാദിയാ. അപ്പോൾ ഈ മനുഷ്യൻ അത് തിരിച്ചു ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണല്ലോ. അതിൻ്റെ അർത്ഥം നിങ്ങൾ തന്നെ നിങ്ങളെ കോൺട്രഡിക്റ്റ് ചെയ്യുക. പിന്നെ ചെറുപ്പക്കാരെ ഞാൻ വഴിതെറ്റിച്ചിട്ടില്ല. അവരെ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് വഴിതെറ്റിക്കുന്ന ഭാഗമാണ് നിങ്ങൾ കരുതുന്നുണ്ടോ? പിന്നെ ഇതിനൊക്കെ വളരെ ഗണ്യമായ രീതിയിൽ ഞാൻ പ്രതിഫലം വാങ്ങുന്നു നിങ്ങൾ പറയുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ ദാരിദ്ര്യത്തിന്, ഞാൻ അനുഭവിക്കുന്ന ഈ ദാരിദ്ര്യത്തിന് നിങ്ങൾ എന്തുത്തരം കൊടുക്കും? നിസ്സനായ ഈ ജ്ഞാനവൃദ്ധൻ, ദരിദ്രനായ ഈ ജ്ഞാനവൃദ്ധ ചോദിക്കുമ്പോൾ ഇവർക്ക് പറയാനായിട്ട് ഉത്തരമൊന്നുമില്ല. എന്നിട്ടും കാര്യങ്ങളൊക്കെ ക്രമപ്പെട്ടത് കണക്ക് പോവുകയാണ്. അയാൾ കുറ്റവാളിയാണെന്ന് വിധിക്കുന്നു. പിന്നീട് ഇയാൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്നുള്ളതാണ്. അതിനകത്ത് ഇവർ ഓരോ ഓപ്ഷൻ ഇയാൾക്ക് കൊടുക്കുന്നുണ്ട്. നിന്റെ ശിക്ഷ എന്ത് വേണമെന്ന് നിനക്ക് പറയാം. അത് പറഞ്ഞു, എൻ്റെ ശിക്ഷ എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞെന്നാൽ പിന്നെ അതിൻ്റെ അർത്ഥം ഞാൻ കുറ്റവാളി എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ ഈ മനുഷ്യൻ തൻ്റെ ആ കുറ്റത്തെ, ശിക്ഷയെ ഇളവ് ചെയ്തു പോലും ചോദിക്കുന്നില്ല. അയാൾ പറഞ്ഞു, കരഞ്ഞോ, മക്കളെ കാണിച്ചോ, ആ കുടുംബത്തെ കാണിച്ചോ, ഉത്തരവാദിത്തത്തെ കാണിച്ചോ, ഒന്നും ഇതിനകത്തുനിന്ന് വഴുതി മാറാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നിർഭയനായിട്ട് ഞാൻ ജീവിച്ചു, നിർഭയനായിട്ട് ഞാൻ മടങ്ങിപ്പോകും. അങ്ങനെ ആ ചരിത്രത്തിലെ ഏറ്റവും ഹീനമായൊരു വിചാരണ നാടകമാണ് അത്. ബൈബിൾ ഉടനീളമുണ്ട് ഇത്തരം ചില സൂചനകളൊക്കെ. ഇതാ ഒരു തുണ്ടുഭൂമി യിസബലിൻ്റെ കഥയ്ക്കകത്താണ് നമ്മൾ വായിക്കുന്നുണ്ട്. നാബോത്ത് എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടി ഒരു മുന്തിരിത്തോട്ടം അയാൾക്ക് പ്രതിസ്വത്തായിട്ട് കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് അയാൾ നന്നായിട്ട് പണി ചെയ്യുന്നുണ്ട്. ഒത്തിരി സമ്പത്തും ഒത്തിരി ഭൂവിടങ്ങളുമുള്ള ആ പ്രഭു, ആഹാബ് എന്ന് പറയുന്ന പ്രഭു, ഇത്തിരി ഇടത്തെ കൂടി തൻ്റെ ഇടത്തോട് അറ്റാച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കുമെന്ന് ഈ മനുഷ്യൻ കരുതി. നമ്മുടെ കാലത്തൊക്കെ ഇതിന് റീഡിംഗ് ഉണ്ട്. നാബോത്തിൻ്റെയും ആഹാബിൻ്റെയും ഒക്കെ കഥയ്ക്ക് എല്ലാ കാലങ്ങളിലും ഒരു വായനയുള്ള ഒരു സംഭവമാണ്. ആ ഇത്തിരി മണ്ണ് സ്വന്തമാക്കാൻ വേണ്ടി, ദരിദ്രൻ്റെ ആ പ്രതിസ്വത്ത് എന്ന് പറയുന്ന ഇത്തിരി മണ്ണ് സ്വന്തമാക്കാൻ വേണ്ടി ഒത്തിരി പ്രലോഭനങ്ങൾ നടക്കുന്നു. ആദ്യം ശടിക്കുന്നു, പിന്നെ പ്രലോഭിപ്പിക്കുന്നു. ഒന്നിനും ഈ നാബോത്ത് എന്ന് പറയുന്ന ചെറിയ കൃഷിക്കാരൻ വഴങ്ങുന്നില്ല. കാരണം അയാൾ കൃഷിക്കാരന് കൃഷിഭൂമി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഒടുവിൽ ഈ മനുഷ്യനെ ഒരു ഹീനമായ വിചാരണ നാടകത്തിലൂടെ ജസബൽ ചതിച്ചു കൊല്ലുന്നുണ്ട്. ഈ മനുഷ്യനെതിരായിട്ട് സാക്ഷികളൊക്കെ കൊണ്ടുവന്നിട്ട്. പിന്നീട് സൂസൻ്റെ കഥ നമ്മൾ വായിക്കുന്നുണ്ട്. ദുർവൃത്തിയിലായിരിക്കുമ്പോൾ തങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ട് പ്രമുഖരായ വ്യക്തികളാണ് ഇവളെ ഈ ന്യായാസനത്തിലേക്ക് കൊണ്ടുവരിക. ആരുടെയോ ഭാഗ്യത്തിന്, അവളുടെ സുഹൃത്തുക്കളുടെ ഒക്കെ ആ ഒരു സാക്ഷ്യപ്പെടുത്തലിന് വേണ്ടി ഡാനിയൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വന്നില്ലായിരുന്നെങ്കിൽ സൂസനായുടെ രക്തം കൊണ്ട് ആ വചനഗ്രന്ഥം നനഞ്ഞു പോയേനെ. അങ്ങനെ ഉടനീളമുണ്ട് ആ ഹീനമായ വിചാരണകളിലൂടെ കടന്നുപോയ മനുഷ്യർ. ക്രിസ്തു ആയിരിക്കണം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചന. കാരണം ഇത്രയും ഹീനമായ ഒരു അജണ്ടയിലൂടെ ഒരാൾക്കും കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവില്ല. നമ്മുടെ കാലത്തുമൊക്കെ ഉണ്ട്. അതൊക്കെ ആദ്യം ശടിക്കുന്നു, പിന്നെ പ്രലോഭിപ്പിക്കുന്നു. ഒന്നിനും ഈ നാബോത്ത് എന്ന് പറയുന്ന ചെറിയ കൃഷിക്കാരൻ വഴങ്ങുന്നില്ല. കാരണം അയാൾ കൃഷിക്കാരന് കൃഷിഭൂമി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഒടുവിൽ ഈ മനുഷ്യനെ ഒരു ഹീനമായ വിചാരണ നാടകത്തിലൂടെ ജസബൽ ചതിച്ചു കൊല്ലുന്നുണ്ട്. ഈ മനുഷ്യനെതിരായിട്ട് സാക്ഷികളൊക്കെ കൊണ്ടുവന്നിട്ട്. പിന്നീട് സൂസൻ്റെ കഥ നമ്മൾ വായിക്കുന്നുണ്ട്. ദുർവൃത്തിയിലായിരിക്കുമ്പോൾ തങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ട് പ്രമുഖരായ വ്യക്തികളാണ് ഇവളെ ഈ ന്യായാസനത്തിലേക്ക് കൊണ്ടുവരിക. ആരുടെയോ ഭാഗ്യത്തിന്, അവളുടെ സുഹൃത്തുക്കളുടെ ഒക്കെ ആ ഒരു സാക്ഷ്യപ്പെടുത്തലിന് വേണ്ടി ഡാനിയൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വന്നില്ലായിരുന്നെങ്കിൽ സൂസനായുടെ രക്തം കൊണ്ട് ആ വചനഗ്രന്ഥം നനഞ്ഞു പോയേനെ. അങ്ങനെ ഉടനീളമുണ്ട് ആ ഹീനമായ വിചാരണകളിലൂടെ കടന്നുപോയ മനുഷ്യർ. ക്രിസ്തു ആയിരിക്കണം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചന. കാരണം ഇത്രയും ഹീനമായ ഒരു അജണ്ടയിലൂടെ ഒരാൾക്കും കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവില്ല. നമ്മുടെ കാലത്തുമൊക്കെ ഉണ്ട്. അതൊക്കെ സരൂപ എന്ന് പറയുന്ന ആ നൈജീരിയൻ മനുഷ്യാവകാശ പോരാളി, അദ്ദേഹത്തെ കൊല്ലപ്പെട്ടിട്ട് 12 വർഷങ്ങൾ തികയായി.